രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടെന്ന്. സ്ത്രീകളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തു, ഫോണിൽ ഭീഷണിപ്പെടുത്തി, ഗർഭഛിദ്രത്തിന് ഭീഷണിപ്പെടുത്തി സന്ദേശങ്ങൾ അയച്ചു എന്നീ കുറ്റങ്ങളാണ് MLAക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചു. കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. പരാതിക്കാരുടെ മൊഴിയെടുപ്പ് അന്തിമഘട്ടത്തിലാണ്. ആർ റോഷിപാൽ എത്തുന്നു നമുക്കൊപ്പം. ആർ റോഷിപാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിൽ? സുജയ പാർവതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള ലൈംഗിക അതിക്രമ കേസിൽ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് സംഘം ഈ എഫ്ഐആർ സമർപ്പിച്ചിരിക്കുന്നത്. എഫ്ഐആറിൽ പറയുന്ന കുറ്റങ്ങളിൽ ഒന്ന് ഗർഭചിത്രം ചെയ്യാൻ ഭീഷണിപ്പെടുത്തിയെന്നാണ്. അത് ടെലിഫോൺ സംഭാഷണമുണ്ട്, അതിനു പുറമെ ടെലിഫോൺ സന്ദേശങ്ങളുണ്ട്, ടെലിഗ്രാം ചാറ്റുകൾ അടക്കമുണ്ട്. ഇതാണ് തെളിവായി സമർപ്പിക്കുന്നത്. 5 പേർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. ഏതാണ്ട് 10ലേറെ പരാതികൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിക്കുകയും ആ പരാതികൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയുമാണ് ചെയ്തത്. ബാലാവകാശ കമ്മീഷന്റെ ഉൾപ്പെടെയുള്ള കൃത്യമായ നിർദ്ദേശവുമുണ്ട് ഇക്കാര്യത്തിൽ. കാരണം ഇതിൻ്റെയൊക്കെ തെളിവുകൾ പുറത്തു വന്നതാണ്. ഇനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് തെളിവ് ശേഖരണമാണ്. ഗർഭചിത്രം ചെയ്ത ആശുപത്രിയിലെ ചികിത്സാരേഖകളടക്കം അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്തുക്കളടക്കമുള്ളവരുടെ ടെലിഫോൺ വിശദാംശങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അവരെയൊക്കെ നിരീക്ഷണത്തിലാക്കുകയാണ്. മാത്രമല്ല ഇനി അടുത്ത നീക്കം ഈ ഇരകളായ പെൺകുട്ടികളുടെ മൊഴി ശേഖരണമാണ്. കാരണം പരാതിക്കാരുടെ മൊഴി ശേഖരിച്ചു, സാക്ഷികളുടെ മൊഴി ശേഖരിക്കണം, വനിതാ മാധ്യമ പ്രവർത്തകരടക്കം സാക്ഷികളാണ്, അവരുടെ മൊഴി ശേഖരണം പൂർത്തിയാക്കണം. അങ്ങനെ കൂടുതൽ ഊർജിതമാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അന്വേഷണം. ക്രൈംബ്രാഞ്ച് IG തന്നെയാണ് അതിൻ്റെ മേൽനോട്ടം നിർവഹിക്കുന്നത്, കൃത്യമായി പരിശോധിച്ച്. കാരണം പെൺകുട്ടികളടക്കം അവർ പരാതിയുമായി മുന്നോട്ട് വരാത്തത് അവർക്ക് ഭീഷണിയുള്ളത് കൊണ്ടാണ്, ഭയം കൊണ്ടാണെന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ്, പ്രത്യേകിച്ച് ഒരു മാധ്യമപ്രവർത്തകരുടെ വെളിപ്പെടുത്തലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗൗരവത്തോടെയുള്ള അന്വേഷണം അത് ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. ഓക്കെ, റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.